ഇന്ന് നമുക്ക് ഒരു സാരി പ്രീ പ്ലേറ്റിംഗ് സർവീസ് കൊടുക്കാനുണ്ട്. അപ്പോൾ ഒരു പട്ട് സാരിയാണ് ഇന്ന് പ്രീ പ്ലേറ്റ് ചെയ്യാനുള്ളത്. നമുക്ക് എല്ലാ ടൈപ്പിലുള്ള സാരിയും പ്രീ പ്ലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ അയൺ ചെയ്യുമ്പോൾ മാത്രം ശ്രദ്ധിക്കണം എന്നുള്ളൂ. അപ്പോൾ നമ്മൾ പ്രീ പ്ലേറ്റ് ചെയ്യുന്ന സാരിക്ക് മെഷർമെൻറ്റ് എടുക്കുന്നത് സൈഡ് സ്ലിറ്റ് ടോപ്പ് വഴിയാണ്. അപ്പോൾ ആ ടോപ്പ് വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള മെഷർമെൻറ്റ് ഏതൊക്കെയാണോ അതൊക്കെ നമ്മൾ എടുത്ത് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ ഈ ടോപ്പ് വെച്ചിട്ട് നമ്മൾ ക്ലയൻറ്റിൻ്റെ മെഷർമെൻറ്റ്സ് എടുക്കുന്നതാണ്. നമുക്ക് ക്ലയൻറ്റ് നേരിട്ട് വന്നില്ലെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു ടോപ്പ് അയച്ചു തന്നാൽ നമ്മൾ മെഷർമെൻറ്റ് എടുത്തിട്ട് സാരി പ്രീ പ്ലേറ്റ് ചെയ്ത് കൊടുക്കും. ബോഡി ഹഗ്ഡ് സാരി ആയില്ലെങ്കിൽ നമുക്ക് ഏകദേശം നമ്മുടെ ഫിറ്റിലുള്ള ചുരിദാറാണല്ലോ അയക്കുന്നത്. അപ്പോൾ നമുക്ക് അതുവഴി തന്നെ മെഷർമെൻറ്റ് എടുത്തിട്ട് നമുക്ക് ഇതേപോലെ സാരി പ്രീ പ്ലേറ്റ് ചെയ്യാം. അപ്പോൾ ചുരിദാർ മടക്കി വെച്ചിട്ട് ഞാൻ സാരിയിൽ എടുത്ത മെഷർമെൻറ്റൊക്കെ പിൻ ചെയ്ത് വെക്കുകയാണ്. ഫസ്റ്റ് നമ്മൾ പല്ലു പ്ലീറ്റിൻ്റെ ലെങ്ത്താണ് പിൻ ചെയ്ത് വെക്കുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെൻറ്റർ പ്ലീറ്റിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. സെൻറ്റർ പ്ലീറ്റിൻ്റെ സ്റ്റാർട്ടിങ് കഴിഞ്ഞാൽ അടുത്തത് വരുന്നത് സെൻറ്റർ പ്ലീറ്റിൻ്റെ എൻഡിങ് ആണ്. അത് നമ്മൾ സാരിയുടെ ഫസ്റ്റ് റൗണ്ട് ചുറ്റുന്ന ഭാഗത്ത്, അതായത് ഫസ്റ്റ് ഭാഗത്താണ് നമ്മൾ ഇതേപോലെ എടുക്കുന്നത്. അപ്പോൾ ഈ 3 മെഷർമെൻറ്റും പിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാരി പ്രീ പ്ലീറ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ പല്ലു പ്ലീറ്റാണ് എടുക്കുന്നത്. ഒരു 4 ഇഞ്ചിലാണ് മിക്കവാറും എല്ലാ സാരിയൊക്കെ പ്രീ പ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് പ്ലീറ്റിൻ്റെ ഇഞ്ച് എടുക്കാറ്. അപ്പോൾ ലാസ്റ്റ് പ്ലീറ്റ് നമ്മുടെ സൈസിനനുസരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ പ്ലീറ്റ് എടുക്കാറ്. അത് എത്ര വലിപ്പം വേണമെന്ന് നമ്മൾ തീരുമാനിക്കുക. അപ്പോൾ പ്രീ പ്ലീറ്റ് ചെയ്തതിന് ശേഷം അടുത്തത് ചെസ്റ്റ് പ്ലീറ്റ് അറേഞ്ച് ചെയ്യലാണ്. ചെസ്റ്റ് പ്ലീറ്റ് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ അയൺ ബോക്സിൽ വെള്ളം ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ ഫിൽറ്റർ ചെയ്ത വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ സ്റ്റീം അയൺ കൊടുത്തിട്ടാണ് സാരി ഇതേപോലെ പെർഫെക്റ്റായിട്ടും നീറ്റായിട്ടും നമ്മൾ പ്രീ പ്ലീറ്റ് ചെയ്യുന്നതും അയൺ ചെയ്യുന്നതെല്ലാം. ഞാൻ പല്ലു പ്ലീറ്റ് എടുത്ത സമയത്ത് അയൺ ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ അതും പിന്നീട് അയൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെസ്റ്റ് പ്ലീറ്റ് അറേഞ്ച് ചെയ്തത് മാറുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. ചെസ്റ്റ് പ്ലീറ്റ് നമ്മൾ പെർഫെക്റ്റായിട്ട് അയൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് ഫോൾഡ് ചെയ്താലും ഒന്നും അത് അതേപോലെ തന്നെ ഇരിക്കും. അപ്പോൾ ചെസ്റ്റ് പ്ലീറ്റ് കഴിഞ്ഞാൽ അടുത്തത് വരുന്നത് ബെല്ലി പ്ലീറ്റ്സ് ആണ്. ബെല്ലി പ്ലീറ്റ്സും ഇതേപോലെ മെഷർമെൻ്റ് ഒക്കെ എടുത്തിട്ട് നമ്മൾ അയൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓരോ ക്ലയൻസിൻ്റെ മെഷർമെൻറ്റ് അനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കും കേട്ടോ ഇതൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് സെൻറ്റർ പ്ലീറ്റാണ് എടുക്കുന്നത്. സെൻറ്റർ പ്ലീറ്റ്സും ഇതേപോലെ എടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു പെഗ് വെച്ചിട്ട് അതിനെ ക്ലിപ്പ് ചെയ്ത് വെക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടം സെൻറ്റർ പ്ലീറ്റ്സ് എടുക്കാനാണ്. കാരണം സാരിയിൽ അവസാനം നമ്മൾ എടുക്കുന്നത് സെൻറ്റർ പ്ലീറ്റ്സ് ആണല്ലോ. നമ്മൾ ചെറിയ ചെറിയ പ്ലീറ്റ്സ് എടുക്കുന്നുള്ളൂ. അപ്പോഴാണ് നമുക്ക് ഒരുപാട് പ്ലീറ്റ്സ് കിട്ടുക. അതിനുശേഷം ഒരു പിൻ ചെയ്ത് സെക്യൂർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അടിയിലേക്ക് പ്ലീറ്റുകൾ നമ്മളെടുത്തത് എങ്ങനെയാണോ അത് പ്രകാരം താഴത്തേക്ക് കൊടുക്കുന്നുണ്ട്. സെക്കൻഡ് പിന്നും നമ്മൾ ഇതേപോലെ കുത്തി വെച്ചിട്ട് നമ്മൾ അടുത്തത് പ്ലീറ്റ്സ് താഴെ അറേഞ്ച് ചെയ്യാണ്. ഇത് ഫ്ലാറ്റ് പ്ലീറ്റ്സ് ആണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. ഈ സാരിയിൽ നമുക്ക് ഫ്ലഫി കിട്ടില്ല. എല്ലാ സാരിയിലും നമുക്ക് ഫ്ലഫി പ്ലീറ്റ്സ് കിട്ടില്ല. ഫ്ലഫി പ്ലീറ്റ്സ് കിട്ടാനായിട്ട് നമുക്ക് ഫോൾസ് വെച്ച് സ്റ്റിച്ച് ചെയ്യാം, അല്ലെങ്കിൽ കേളിംഗ് മെഷീൻ യൂസ് ചെയ്യാം. പക്ഷെ നമുക്ക് മെറ്റീരിയൽ നോക്കിയിട്ടാണ് നമ്മൾ ഫ്ലഫി പ്ലീറ്റ്സ് സെറ്റ് ചെയ്യുക. അപ്പോൾ ഈ സാരിയിൽ നമുക്ക് ഫ്ലഫി കിട്ടില്ല. ഇത് മെറ്റീരിയൽ കുറച്ച് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള മെറ്റീരിയൽ ആയതുകൊണ്ടാണ് ക്ലയൻറ്റ് നമുക്ക് വർക്ക് തന്നതെന്ന് ഒരു പ്രത്യേകം പറഞ്ഞിരുന്നു. സെൻറ്റർ പ്ലീറ്റ്സ് എടുത്തത് നമ്മൾ അയൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഫ്ലാറ്റ് പ്ലീറ്റ്സിൻ്റെ ഫോൾഡിംഗ് ആണ് വരുന്നത്. സാരി ഇതേപോലെ തിരിച്ചിട്ടതിന് ശേഷമാണ് നമ്മൾ ഫോൾഡ് ചെയ്യുന്നത്. ഫസ്റ്റ് സാരിയുടെ ഫസ്റ്റ് റൗണ്ട്, അതായത് ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് ഭാഗം നമ്മൾ ഇതേപോലെ ഫോൾഡ് ചെയ്ത് വെക്കും. അതിനുശേഷമാണ് നമ്മൾ ചെസ്റ്റ് പ്ലീറ്റ് എടുത്ത് അറേഞ്ച് ചെയ്യുന്നത്. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ പ്ലീറ്റ്സ് ഇതേപോലെ സെറ്റ് ചെയ്യും.
എന്നിട്ട് ചെസ്റ്റ് പ്ലീറ്റിൻ്റെ അതേ മെഷർമെൻറ്റിൽ നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുക്കും. ഇതെനിക്ക് മടക്കി വന്നപ്പോൾ ചെറിയ ബോക്സാണ് കിട്ടിയത്. ഇനി അടുത്തത് പാക്കിംഗ് ആണ്. നമ്മൾ സാരി കവറിൽ സാരീനെ ഇടുന്നുണ്ട്. നമ്മൾ സാരി കവറിൽ ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് സാരി ഇങ്ങനെ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനൊക്കെ ഉണ്ടാവും. സാരി കവറിൽ അത് സെറ്റായിട്ടിരുന്നോളും. നമ്മൾ കൊണ്ടുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം അധികം പ്രസ് ചെയ്യാണ്ടിരിക്കുക. അപ്പോൾ സാരിയിൽ ഫോൾഡിങ് മാർക്സ് വീഴും. ഇനി അടുത്ത് നമ്മൾ സ്റ്റിക്കർ ഒട്ടിക്കുകയാണ്. സ്റ്റിക്കറും കൂടി ഒട്ടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രീ പ്ലീറ്റ് ചെയ്ത സാരി റെഡി ആയിട്ടുണ്ട്.